ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കാർ ഓടിക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടി, Hyundai ആണ്. അപ്പോൾ നമുക്ക് കാറിൻ്റെ അകമൊന്ന് പരിചയപ്പെടാം. ഇവിടെ സ്റ്റിയറിങ്, ഗിയർ, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കാറിനകത്ത് കയറി ഇരിക്കുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ സീറ്റിന്റെ അടിയിൽ ഒരു ലിവറുണ്ട്. ആ ലിവറെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രണ്ടിട്ടോ ബാക്കിട്ടോ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ കൈ ഇങ്ങനെ സ്റ്റിയറിംഗെ പിടിച്ചുകൊണ്ട് നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഈ സ്റ്റിയറിംഗ് നമ്മുടെ ഇഷ്ടത്തിന് കൈ വളയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്റ്റായിട്ട് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈ എത്തേണ്ട രീതിയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ രണ്ട് മിറർ അപ്പുറം ഇപ്പുറമുള്ള മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സെന്റർ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടെല്ലാം കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ്. സീറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീറ്റ് ബെൽറ്റ് എല്ലാവരും നിർബന്ധമായിട്ട് ഇടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഗിയറിന്റെ പൊസിഷൻസ് എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്റെ ഷിഫ്റ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അത് നമ്മൾ ക്ലച്ച് പതുക്കെ ചവിട്ടി കൊടുത്തിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇത്രയാണ് ഗിയർ. അത് കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തള്ളി പിടിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഇടാം. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തെ ഇടയ്ക്ക് ഗിയറിട്ട് നോക്കും. അപ്പോൾ വണ്ടി അതിന്റെ ഡയറക്ഷനൊക്കെ മാറി വേറെ വല്ല വഴിക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ ലോക്കാണ്. ഫസ്റ്റ് തിരിക്ക് ഇത് ലോക്ക് റിലീസ് ആവും. അടുത്ത തിരിക്ക് ഇതിന്റെ മീറ്ററിലുള്ള സിഗ്നൽസ് എല്ലാം ഓൺ ആവും. അപ്പോൾ അതിനകത്ത് RPM കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, പിന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിരിക്ക് വണ്ടി സ്റ്റാർട്ട് ആവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി ഈ വണ്ടി ന്യൂട്രാക്കണം. ഹാൻഡ് ബ്രേക്ക് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ 2-3 പ്രാവശ്യം ആക്സിലേറ്റർ പതുക്കെ ഇങ്ങനെ ഒന്ന് റേസ് ചെയ്ത് കൊടുത്ത് നോക്കണം. ഇത് ആക്സിലേറ്റർ റേസ് ചെയ്ത് കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലിന് ഈ ആക്സിലേറ്ററുമായിട്ടുള്ള ഒരു പരിചയം വരും. ഇപ്പോൾ എവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു ആക്സിലറേഷൻ കിട്ടുമെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ നേരത്ത് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടാൻ നേരത്ത് കാലിൽ ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പോ ഇനി അത് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശീലമായിപ്പോവും. ചെരുപ്പില്ലാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ ഓടിക്കേണ്ടി വരും. പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഈ ബ്രേക്കും ക്ലച്ചും കൂടി ചവിട്ടി പിടിച്ചിട്ട് വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ഫസ്റ്റ് ഗിയർ ഇങ്ങനെ ഫ്രണ്ടിട്ടാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഫ്രണ്ടിട്ട് എടുക്കാവുന്ന കണ്ടീഷനിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിട്ട് എടുക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പോഴും വണ്ടി നമ്മൾ പുതിയതായിട്ട് ആദ്യമായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇത് ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഫായി പോകാതിരിക്കാനായിട്ട് ചെറിയൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തുകൊണ്ടുവരണം. ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരുമ്പോഴത്തേക്കും വണ്ടി മൊത്തത്തിലൊരു ചെറിയ വൈബ്രേഷനും ഒരു ജർക്കിംഗ് ഒക്കെ വരും. ആ ജർക്കിംഗ് വന്നു കഴിയുമ്പോഴത്തേക്ക് വണ്ടി കറക്റ്റ് ഹാഫ് ക്ലച്ചിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ ആ ഹാഫ് ക്ലച്ചിൽ വരുന്ന ആ വൈബ്രേഷന്റെ ആ സമയം മുതൽ നമുക്ക് ഈ വണ്ടി പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പതുക്കെ ആക്സിലേറ്ററിൽ വെച്ച് ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വണ്ടി പതുക്കെ മൂവ് ആവുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മൂവ് ആയി കഴിഞ്ഞാൽ പതുക്കെ ബാക്കി ക്ലച്ചും കൂടി റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് സുഖമായിട്ട് വണ്ടി ഓടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ഓഫായി പോകണപ്പോൾ ആരെടുത്താൽ ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകാറുണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് വണ്ടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലത്തെ കാലുകൊണ്ട് ബ്രേക്കിൽ ചവിട്ടി പിടിക്കുക, ഇടത്തെ കാല് ക്ലച്ച് ചവിട്ടുക, ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിക്കുക. പിന്നെ നമ്മൾ ഈ ഗിയർ ഫസ്റ്റിലേക്ക് ആക്കുക. പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലേക്ക് പതുക്കെ വലിച്ചു പിടിച്ച് സ്വിച്ചിൽ ഞെക്കിക്കൊണ്ട് താഴത്തേക്ക് കാണിച്ചാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ഈ ഇടത്തെ കാല് ക്ലച്ച് പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്ത് കൊണ്ടുവരിക. പതുക്കെ റിലീസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും വണ്ടിക്ക് നല്ല രീതിയിലൊരു വൈബ്രേഷൻ, ഒരു ജർക്കിംഗ് ഒക്കെ അനുഭവപ്പെടും. ഇപ്പോൾ നല്ലൊരു ജർക്കിംഗ് ഉണ്ട്, നന്നായിട്ട് പടയ്ക്കുന്നുണ്ട് വണ്ടി. ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കാലെടുത്ത വണ്ടി മൂവ് ആവുന്നുണ്ട്.
ആ സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു പോകണമെങ്കിൽ വണ്ടി നല്ല സ്പീഡിൽ ഓടി പോകാനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചാണ് എപ്പോഴും വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഗിയറുകളൊക്കെ മാറി എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങി. 2 കൈ ഞാൻ സ്റ്റിയറിംഗിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കൺട്രോളിലാണ് വണ്ടി പോകുന്നത്. ഇപ്പോൾ പതുക്കെയാണ് പോകുന്നത്. ഇനി നമുക്ക് പോകാൻ ഗിയർ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഇടത്തെ കൈ എടുത്ത് വീണ്ടും ഗിയറിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ പിടിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ മാറ്റാൻ നേരത്തെ ഗിയറായിട്ട് നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 2ാമത്തെ ഗിയർ വീണ് കഴിഞ്ഞു. വീണ്ടും ഞാൻ എന്റെ കൈയെടുത്ത് സ്റ്റിയറിംഗിൽ പിടിച്ചിട്ട് പതുക്കെ വീണ്ടും എനിക്ക് 3ാമത്തെ ഗിയറും മാറാനുള്ള സമയത്ത് ഞാൻ വീണ്ടും നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി അത്യാവശ്യം സ്പീഡായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കൈ ഗിയറിലേക്ക് കൊണ്ടുവന്നു 3rd ഗിയർ ഇട്ടു. വീണ്ടും കൈ സ്റ്റിയറിംഗിലേക്ക് പിടിച്ചേക്കുവാണ്. ഇനി എനിക്ക് 4th ഗിയർ മാറാനായിട്ട് ഞാൻ വീണ്ടും കൈ ഗിയറിലേക്ക് കൊണ്ടുവന്നു. നല്ല ആക്സിലേറ്റർ നല്ല രീതിയിൽ കൊടുത്തു ഗിയർ മാറ്റി വീണ്ടും കൈ സ്റ്റിയറിംഗിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. നമ്മൾ ഗിയർ മാറാൻ ആക്സിലേറ്റർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഗിയറിൽ കൈ എത്തുവാണെങ്കിൽ നമുക്ക് ഗിയറിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇടയ്ക്ക് ഗിയറിലേക്ക് നോക്കും, വണ്ടി വല്ല വഴിക്കൊക്കെ പോകും. അപ്പൊ ഇങ്ങനെയാണ് ഗിയർ മാറി. ഇപ്പൊ ഞാനിവിടെ വണ്ടി കൊണ്ടുവന്ന് പതുക്കെ നിർത്തിയപ്പോൾ നിർത്തുന്നതിന് മുമ്പ് കണ്ണാടിയിലൊക്കെ നോക്കണം, സൈഡ് മിററിലൊക്കെ നോക്കി ബാക്കിൽ നിന്ന് വണ്ടിയൊന്നും മണ്ണില്ലാന്ന് ഞാൻ നോക്കിയായിരുന്നു. വണ്ടിയൊന്നും മണ്ണില്ലാതുകൊണ്ട് ഞാനിവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സേഫായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന ആളുകൾ ഏതെങ്കിലും ഗ്രൗണ്ടൊക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഗ്രൗണ്ടിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയായിട്ട് ഒന്നും കൂടെയൊക്കെ ഇണങ്ങാനും പിന്നെ ടെൻഷനില്ലാതെയൊക്കെ വണ്ടി ഓടിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് റോട്ടിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.